നമസ്കാരം. ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ 8 സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ്. അതായത് ഒരു ബിസിനസ്സിന് പണം കണ്ടെത്താനുള്ള ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. പരീക്ഷയ്ക്ക് ഇനി ഒരാഴ്ചയുള്ളൂ അല്ലേ? പേടിയൊന്നും വേണ്ട. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ലളിതമായി ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത് വളരെ ചിട്ടയായിട്ടാണ്, 6 ഭാഗങ്ങളായി തിരിച്ച്. ആദ്യം എന്തിനാണ് ഒരു ബിസിനസ്സിന് പണം വേണ്ടതെന്ന് പഠിക്കും. പിന്നെ പതുക്കെ ഓരോ ഉറവിടങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി അവസാനം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനുള്ള ഒരു സ്റ്റഡി പ്ലാനോടുകൂടി നമ്മളിത് പൂർത്തിയാക്കും. ഈ ഒരു ഓർഡറിൽ പഠിച്ചാൽ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിൽ നിൽക്കും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ശരി, നമ്മുടെ ആദ്യത്തെ ഭാഗം. എന്തുകൊണ്ടാണ് ഒരു ബിസിനസ്സിന് പണം ആവശ്യം? പണത്തെ ഒരു ബിസിനസ്സിന്റെ ജീവരക്തമെന്നാണ് പറയുന്നത്. ആ ഒരു വാക്ക് ഓർത്തുവെച്ചാൽ മതി. എന്തിനാണ് പണം വേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ ഈ ചാപ്റ്ററിലെ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിളായി തോന്നും. അപ്പോ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഒരു ബിസിനസ്സിന്റെ ജീവരക്തം? ഒന്നാലോചിച്ചു നോക്കൂ. അതെ, പണം തന്നെ. ഫിനാൻസ്. ഒരു വണ്ടിക്ക് ഓടാൻ ഇന്ധനം എങ്ങനെയാണോ അതുപോലെയാണ് ഒരു ബിസിനസ്സിന് പണം. അതില്ലെങ്കിൽ ഒന്നും മുന്നോട്ടു പോവില്ല. ഈ ഒരാശയം മനസ്സിലുറപ്പിക്കുക. അപ്പോൾ എന്താണ് ഈ ബിസിനസ് ഫിനാൻസ് എന്ന് ചോദിച്ചാൽ സിമ്പിളായി പറയാം. ഒരു ബിസിനസ് തുടങ്ങാനും അതിന്റെ ദിവസേനയുള്ള കാര്യങ്ങൾ നടത്താനും പിന്നെ അതിനെ വളർത്തി വലുതാക്കാനും ഇതിനെല്ലാം ആവശ്യമായ പണത്തെയാണ് നമ്മൾ ബിസിനസ് ഫിനാൻസ് എന്ന് വിളിക്കുന്നത്. ഒരു ബിസിനസ്സിന് പ്രധാനമായും 2 തരം പണത്തിന്റെ ആവശ്യങ്ങളുണ്ട്. സ്ക്രീനിന്റെ ഇടതുവശത്ത് നോക്കൂ, അതാണ് ഫിക്സഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സ്ഥിര മൂലധനം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഭൂമി, കെട്ടിടം, വലിയ മെഷീനുകൾ, അങ്ങനെയുള്ള ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന ആസ്തികൾ വാങ്ങാനാണ്. നമുക്കിതിനെ ഒരു കാർ വാങ്ങുന്നതുമായി താരതമ്യം ചെയ്യാം. ഇനി വലതുവശത്ത് നോക്കൂ, അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ അഥവാ പ്രവർത്തന മൂലധനം. ഇത് ദിവസേനയുള്ള ചെലവുകൾക്ക് വേണ്ടിയുള്ളതാണ്. അതായത് സാധനങ്ങൾ വാങ്ങാൻ, ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ, വാടക കൊടുക്കാൻ, അങ്ങനെ. നമ്മുടെ കാറിന്റെ ഉദാഹരണമെടുത്താൽ ദിവസവും പെട്രോൾ അടിക്കുന്നതും ചെറിയ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതും പോലെയാണിത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. പണം കണ്ടെത്താനുള്ള ഉറവിടങ്ങളെ നമുക്കെങ്ങനെ തരംതിരിക്കാം? ഈ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് പോയിന്റായി ഉത്തരമെഴുതാൻ നിങ്ങളുടെ മനസ്സിലൊരു ചിത്രം, ഒരു മെന്റൽ മാപ്പ് ഉണ്ടാകാനാണ്. ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കൂ. ഫണ്ടുകളെ നമുക്ക് പ്രധാനമായും 3 രീതിയിൽ തിരിക്കാം. ഒന്നാമത്തേത് പീരീഡ് അഥവാ കാലാവധിയുടെ അടിസ്ഥാനത്തിൽ. അതായത് ഒരുപാട് കാലത്തേക്കാണോ വേണ്ടത് അതോ കുറച്ചു കാലത്തേക്കോ. രണ്ടാമത്തേത് ഓണർഷിപ്പ് അതായത് ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ. ഇത് ബിസിനസിന്റെ സ്വന്തം പണമാണോ അതോ കടം വാങ്ങിയതാണോ. മൂന്നാമത്തേത് ജനറേഷൻ അതായത് ഈ പണം എവിടെ നിന്നാണ് വരുന്നത്, ബിസിനസിന്റെ ഉള്ളിൽ നിന്നു തന്നെയോ അതോ പുറത്തുനിന്നോ. ഈ 3 കാര്യങ്ങൾ ഓർത്തുവെച്ചാൽ മതി. ഇനി നമുക്ക് ഓരോ വിഭാഗവും കുറച്ചുകൂടി വിശദമായി നോക്കാം. അതിൽ ആദ്യത്തേതാണ് ഓണേഴ്സ് ഫണ്ട്സ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇത് ബിസിനസിന്റെ ഉടമസ്ഥൽ തന്നെ കൊണ്ടുവരുന്ന പണമാണ്. ഇതാണ് ഒരു ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ. ഓണേഴ്സ് ഫണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇക്വിറ്റി ഷെയറുകൾ. ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് അഥവാ ഉടമസ്ഥാവകാശം കാണിക്കുന്നതാണ് ഈ ഷെയറുകൾ. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഒരു ബിസിനസ്സിൽ ആരാണോ ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നത് അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ നിയന്ത്രണവും, അതായത് വോട്ടവകാശവും. ലാഭം കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടവും അവർക്കായിരിക്കും. ഇതാണ് ഇക്വിറ്റി ഷെയറിന്റെ അടിസ്ഥാനം. പരീക്ഷയ്ക്ക് ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും അതായത് മെറിറ്റ്സും ലിമിറ്റേഷൻസും ചോദിക്കാറുണ്ട്. പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു സ്ഥിര മൂലധനമാണ്. ബിസിനസ് പൂട്ടുന്നതുവരെ തിരികെ കൊടുക്കേണ്ടതില്ല. ലാഭമുണ്ടെങ്കിൽ മാത്രം ഡിവിഡൻഡ് കൊടുത്താൽ മതി. പിന്നെ ഒരു കമ്പനിക്ക് കൂടുതൽ ഇക്വിറ്റി ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ബാങ്കുകൾക്ക് ആ കമ്പനിയിൽ വിശ്വാസം കൂടും. ഇനി ദോഷങ്ങൾ എന്തൊക്കെയാണ്? വരുമാനം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും. പിന്നെ പുതിയ ഷെയറുകൾ പുറത്തിറക്കുമ്പോൾ നിലവിലുള്ള ഉടമസ്ഥരുടെ നിയന്ത്രണം കുറയാൻ സാധ്യതയുണ്ട്. ഓണേഴ്സ് ഫണ്ടിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് റീറ്റെയിൻഡ് ഏർണിംഗ്സ്. അതായത് കമ്പനിക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു ഭാഗം ഓഹരി ഉടമകൾക്ക് വീതിച്ചു കൊടുക്കാതെ ബിസിനസ്സിൽ തന്നെ വീണ്ടും നിക്ഷേപിക്കുന്നു. ഇതിനെ പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ് എന്നും പറയും. നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് തന്നെ ബിസിനസ് വലുതാക്കുന്ന ഒരു രീതിയാണിത്. ഇതിന്റെയും ഗുണദോഷങ്ങൾ നോക്കാം. പ്രധാന ഗുണം എന്താണ്? ഇതിന് പലിശയോ ഡിവിഡൻഡോ പോലുള്ള പ്രത്യക്ഷമായ ചെലവുകളില്ല. പുറത്തുനിന്ന് ആരെയും ആശ്രയിക്കേണ്ട. പ്രധാന ദോഷം എന്താണ്? ഷെയർ ഹോൾഡർമാർക്ക് കിട്ടുന്ന ലാഭവിഹിതം കുറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. പിന്നെ എല്ലാ വർഷവും ഒരേപോലെ ലാഭം കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഇതൊരു ഉറപ്പില്ലാത്ത സ്രോതസ്സാണ്. ശരി, ഇനി നമുക്ക് അടുത്ത പ്രധാന ഭാഗത്തേക്ക് കടക്കാം. ബോറോഡ് ഫണ്ട്സ് അതായത് കടം വാങ്ങിയ പണം.
ഇത് ബിസിനസിന്റെ പുറത്തു നിന്നുള്ളവരിൽ നിന്ന് കടം വാങ്ങുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഇതൊരു നിശ്ചിത സമയത്തിനുള്ളിൽ തിരികെ നൽകണം, അതും പലിശ സഹിതം. ബോറോഡ് ഫണ്ട്സിലെ ഒരു പ്രധാന ഉദാഹരണമാണ് ഡിബഞ്ചറുകൾ. ഇത് കമ്പനി ഒരു ലോൺ എടുത്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്ന ഒരു രേഖയാണ്. ഡിബഞ്ചർ വാങ്ങുന്നവര് കമ്പനിക്ക് പണം കടം കൊടുത്തവരാണ്. അവരെ നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയും. അവർ കമ്പനിയുടെ ഉടമസ്ഥരല്ല. അതുകൊണ്ട് അവർക്ക് വോട്ടവകാശമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് കൃത്യമായ ഒരു പലിശ എല്ലാ വർഷവും കിട്ടും. ഇതാണ് ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഡിബഞ്ചറുകളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഉടമസ്ഥരുടെ നിയന്ത്രണം ഒട്ടും കുറയില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഡിബഞ്ചറുകൾക്ക് കൊടുക്കുന്ന പലിശ കമ്പനിയുടെ ഒരു ചെലവായി കാണിക്കാം. അതുകൊണ്ട് ടാക്സ് കണക്കാക്കുമ്പോൾ ലാഭത്തിൽ നിന്ന് ഈ പലിശ കുറയ്ക്കാം. അപ്പോൾ ടാക്സ് കുറയും. ഇനി ദോഷങ്ങളെന്താണ്? കമ്പനിക്ക് ലാഭമില്ലെങ്കിലും നഷ്ടത്തിലാണെങ്കിലും പലിശ കൊടുത്തേ മതിയാവൂ. ഇതൊരു സ്ഥിരം ബാധ്യതയാണ്. ഇനി നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു സ്രോതസ്സ്, വാണിജ്യ ബാങ്കുകൾ. ബാങ്കുകൾ പലതരം ലോണുകൾ നൽകാറുണ്ട്. പക്ഷെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു ഈട് അഥവാ സെക്യൂരിറ്റി കൊടുക്കണം. ഉദാഹരണത്തിന്, കമ്പനിയുടെ ഏതെങ്കിലും ആസ്തിയുടെ രേഖകൾ. ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ ബാങ്കിന് ആ ആസ്തി എടുക്കാനുള്ള അവകാശമുണ്ടാകും. ബാങ്ക് ലോണിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? പെട്ടെന്ന് പണം ആവശ്യം വന്നാൽ കിട്ടാൻ സാധ്യതയുണ്ട്. ബിസിനസിന്റെ രഹസ്യങ്ങൾ പുറത്തുപോകില്ല. ദോഷങ്ങളോ? സാധാരണയായി കുറഞ്ഞ കാലത്തേക്ക് മാത്രമേ ലോൺ കിട്ടുകയുള്ളൂ. പിന്നെ ബാങ്കുകാർ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കും, ഒരുപാട് രേഖകൾ ചോദിക്കും, ഈടും വേണം. ഓക്കെ, അപ്പം നമ്മൾ പലതരം ഫണ്ട് സ്രോതസ്സുകളെക്കുറിച്ച് പഠിച്ചു. ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. ഇത്രയും സ്രോതസ്സുകളിൽ നിന്ന് എങ്ങനെ നമ്മുടെ ബിസിനസ്സിന് ഏറ്റവും ശരിയായ ഒരെണ്ണം തിരഞ്ഞെടുക്കും? ഇതൊരു മാനേജറുടെ തീരുമാനമാണ്. ഈ ഭാഗം നന്നായി മനസ്സിലാക്കിയാല് ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഒരു ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഈ 6 കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം. 1. കോസ്റ്റ് അഥവാ ചെലവ്. 2. റിസ്ക്. 3. കൺട്രോൾ അഥവാ നിയന്ത്രണം. 4. ടൈം പീരിയഡ് അഥവാ കാലാവധി. 5. ഫ്ലെക്സിബിലിറ്റി. 6. ടാക്സ് ബെനിഫിറ്റ്സ് അഥവാ നികുതി ആനുകൂല്യങ്ങൾ. ഈ ഓരോ കാര്യവും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വിലയിരുത്തി വേണം ഏറ്റവും നല്ല തീരുമാനം എടുക്കാൻ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അനിൽ സിംഗിന്റെ ഒരു കഥയുണ്ട്. ഓർക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് ഒരു റെസ്റ്റോറന്റ് ശൃംഖല തുടങ്ങണം. പക്ഷെ കയ്യിൽ ആവശ്യത്തിന് പണമില്ല. എവിടെ നിന്ന് പണം കണ്ടെത്തണം എന്നാലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് അദ്ദേഹം. ഇനി നിങ്ങളാണ് അനിൽ സിംഗിന് ഉപദേശം കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ പഠിച്ച ആ 6 ഘടകങ്ങൾ വെച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. അനിൽ സിംഗ് ഇക്വിറ്റി ഷെയർ ഇറക്കുന്നതാണോ നല്ലത്, അതോ ബാങ്ക് ലോൺ എടുക്കുന്നതാണോ? അദ്ദേഹത്തിന് കൺട്രോൾ നഷ്ടപ്പെടാൻ താൽപ്പര്യമില്ലെങ്കിൽ എന്തു ചെയ്യണം? പെട്ടെന്നാണ് പണം വേണ്ടതെങ്കിൽ ഏതാണ് നല്ലത്? ഇങ്ങനെ ചിന്തിച്ച് ഉത്തരം കണ്ടെത്തണം. പരീക്ഷയ്ക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾ വരാം. ശരി, നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തേക്ക് തിരിക്കുന്നു. നിങ്ങളുടെ ഒരാഴ്ചത്തെ പരീക്ഷാ പ്ലാൻ. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ ഓർമ്മയിൽ വെക്കാമെന്നും പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ എങ്ങനെ നേരിടാമെന്നും നമുക്ക് നോക്കാം. ഈ കാണുന്ന ടേബിളാണ് ഈ ചാപ്റ്ററിന്റെ ഒരു ഒറ്റ പേജ് നോട്ട്. ഇതതുപോലെ നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതിയെടുക്കണം. ഓരോ സ്രോതസ്സും, അത് ഓണേഴ്സ് ഫണ്ടാണോ ബോറോഡ് ഫണ്ടാണോ, എത്ര കാലത്തേക്കാണ്, അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്, ഇതെല്ലാം ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ഉദാഹരണത്തിന് ഡിബഞ്ചറുകൾ നോക്കൂ. അതൊരു ബോറോഡ് ഫണ്ടാണ്, ദീർഘകാലത്തേക്കാണ്, ടാക്സ് ഇളവുള്ള പലിശയാണ് അതിന്റെ പ്രധാന ഗുണം. പരീക്ഷയുടെ തലേദിവസം ഈ ഒരു ഒറ്റ ടേബിൾ നോക്കിയാൽ മതി, മുഴുവൻ ചാപ്റ്ററും ഓർമ്മ വരും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വ്യക്തമായ ഒരു പ്ലാനുണ്ട്. ഈ ചാപ്റ്ററിലെ പ്രധാന ആശയങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി. ഇനി ഒരേയൊരു കാര്യം ചെയ്താൽ മതി. ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതി പരിശീലിക്കുക. ആവശ്യമെങ്കിൽ ഈ ഓഡിയോ ഒന്നുകൂടി കേൾക്കുക. നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് നന്നായി തയ്യാറായി കഴിഞ്ഞു. ആത്മവിശ്വാസത്തോടെ പോയി എഴുതുക. എല്ലാ ആശംസകളും.